വണക്കമന്ത്രം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. വെൽക്കം ടു യു ഓൾ. ട്രേഡർ ഓപ്ഷൻ ട്രേഡർ സ്വാഗതം ചെയ്യുകയാണ്. ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 23 രാവിലെ 8:12 നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. എപ്പോഴും നമ്മൾ തുടങ്ങാറുള്ളതുപോലെ ഈ ഡിഫറൻസ് നിഫ്റ്റിക്കും സ്പോട്ടിനും, നിഫ്റ്റി 50 സ്പോട്ടിനും നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടിനും ഒരു 38-40 പോയിൻറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ഡിഫറൻസ് കുറഞ്ഞു. മന്ത്ലി കോൺട്രാക്റ്റും നിഫ്റ്റിയിൽ 26 ക്രിസ്മസിൻ്റെ അടുത്ത ദിവസം എക്സ്പയറിയാണ്. അതുകൊണ്ട് തന്നെ ഇത് വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റി സ്പോട്ട് ഫ്യൂച്ചർ വെറും 10 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് കണ്ടോ. ഈ ഡിഫറൻസ് എങ്ങനെയൊക്കെ നോക്കണമെന്ന് നമുക്ക് പേഴ്സണലായിട്ടാണ് ആൾക്കാർ ചോദിക്കുന്നത്. ഞാൻ കമൻറ്റ് ബോക്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യത്തിൽ എല്ലാവർക്കും മനസ്സിലാവില്ല അവർ ചോദിക്കുന്നത് എന്താണ്, അതിന് എന്താണ് ആൻസർ നമുക്ക് വീഡിയോയിൽ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പം പേഴ്സണലായിട്ട് ഇൻഡിവിജ്വൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ടെലഗ്രാമിലോ ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അറിവ് പകർക്കാൻ, അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പബ്ലിക്കായിട്ട് ചോദിക്കുക. കാര്യത്തിൽ നമ്മൾ വീഡിയോ പബ്ലിക്കായിട്ടല്ലേ ഇടുന്നത് യൂട്യൂബിൽ. ഓക്കെ. സോ അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾ തന്നെ ചാർട്ടിൽ കാണുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ഓപ്ഷൻ ബയർ ആണെങ്കിലും ഒരു കാര്യം ഫസ്റ്റ് ആലോചിക്കുക. ഇവിടെ ഓപ്ഷനിൽ ഒരു ഫ്രഷ് ബൈയിങ് ഇല്ല. ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ NSE കൊടുത്തിരിക്കുന്നത് തന്നെ സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണ്, ഹെഡ്ജിങ് പർപ്പസാണ്. ഓപ്ഷൻ സെല്ലിങ്ങിനാണ്. NSE തന്നെ സ്ട്രാഡിലിനും സ്ട്രാങ്കിളിനും ബാക്കിയുള്ള അയൺ കോണ്ടറിനും ബട്ടർഫ്ലൈയും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കുറച്ച് സ്ട്രാറ്റജീസ് NSE തന്നെ ഫ്രീ ആയിട്ട് NSEയുടെ സൈറ്റിൽ കിട്ടും. അപ്പോൾ NSE ആണല്ലോ ഇതിൻ്റെ മെയിൻ, ഇതെല്ലാം നടത്തുന്നത് NSE ആണ്. അപ്പോൾ അവർ തന്നെ ഓപ്ഷൻ ബൈയിങ്ങിന് യാതൊരു സ്ട്രാറ്റജിയും കൊടുത്തിട്ടില്ല. അവിടെ നമ്മളാണ് ഓപ്ഷൻ ബൈയിങ് കണ്ടുപിടിച്ച് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവർ കൊടുത്തിരിക്കുന്ന സ്ട്രാറ്റജി എല്ലാം ഓപ്ഷൻ സെല്ലിങ്ങിനാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അതിലാദ്യം അതല്ലേ ബേസിക്. അപ്പോൾ അതുകൊണ്ടല്ലേ ആ നോട്ടത്തിൽ വേണം നമ്മൾ കാണാൻ ഓപ്ഷൻ ബയർ ആണെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ സെല്ലർ എവിടെ ഇറങ്ങും, എവിടെ അവരുടെ എന്താ പറയുക, ഫയർ ഫൈറ്റിംഗ് എന്നൊക്കെ പറയില്ലേ ഇവർ. അപ്പോൾ അതൊക്കെയാണ് ഇവർ ഭയങ്കര സാധനമാണ്. സെല്ലർ ഒരു 50 പോയിൻറ്റ് 100 പോയിൻറ്റിന് അടിപിടിയും ബഹളങ്ങളൊക്കെയാണ്, വൻ പരിപാടിയാണ്. അതിന് ലക്ഷങ്ങൾ, 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെ ഇട്ട് അടിപിടിയും. നിങ്ങൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ടെലഗ്രാം ചാനലിൽ വാച്ച് ചെയ്താണ്. നമുക്ക് ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം വെറും 5 മിനിറ്റ് 10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ. അതിനകത്തൊരു 100 പോയിൻറ്റ് 80 പോയിൻറ്റ് 70 പോയിൻറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് ഇറങ്ങിയാണ്. പക്ഷേ അതിൽ തൃപ്തരാവാത്തതാണ് ഈ ലാസ്റ്റിൽ കൊണ്ടുപോയി തീരുന്നത്. ആരാണോ തൃപ്തരല്ല, ആ കിട്ടുന്ന 50 പോയിൻറ്റ് കിട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 20 പോയിൻറ്റ് കിട്ടിയാലും അന്ന് തൃപ്തിയാകണം. കാരണം വെച്ചാൽ ഈ 20 പോയിൻറ്റിന് വേണ്ടി ഒരു ദിവസം കാത്തിരിക്കുന്ന ഓപ്ഷൻ സെല്ലേഴ്സ് ഉണ്ട്. 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട്. മനസ്സിലായെന്ന് തോന്നുന്നു. പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് പോകാം. നിഫ്റ്റിയുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ വന്നിട്ട് നമുക്ക് 182 രൂപ, 180 മുതൽ 185 വരയ്ക്ക് നോക്കാം. ഇതാണ് ലെവൽസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ ചാർട്ട് 350 യെസ് 350 മുതൽ 355 വരെയുള്ള പ്രൈസ് റേഞ്ചാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഇതാണ് ലെവൽസ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം. എനിക്കറിഞ്ഞില്ല എത്ര പേര് ഇതൊക്കെ ശ്രദ്ധിച്ചു എന്നുള്ളത്. ബാങ്ക് നിഫ്റ്റി 16 മുതൽ ഈ ഒരു 10 ദിവസം ആയിട്ടില്ല കേട്ടോ. 15 10 ദിവസം ആയിട്ടില്ല. ഈ കുറഞ്ഞ ദിവസം 5-6 ദിവസം കൊണ്ട് 3200 പോയിൻറ്റ്സാണ് ബാങ്ക് നിഫ്റ്റി മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു യാത്ര ചെയ്തത്. സോ ഇത് ഓർക്കുക, ഈ ലെവൽ മാർക്ക് ചെയ്തിടുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.